ഇന്ത്യയിൽ ഒന്നാം റാങ്കോട് കൂടെ MBA പാസ്സായി ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആകുന്ന ഒരു കമ്പനിയുടെ പ്രധാന പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊരു എൻ്റെ ഒരു ഭാഷണ ശകലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിനിടയിൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നു, അങ്ങനെ എന്നോട് ബന്ധപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് കാനഡയിലാണ്. എന്നെ മിന്നാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ എന്തോ ഒരു വിഷയം തീർക്കാൻ വേണ്ടി അവിടെ പോയതാണ്. അദ്ദേഹം 5-6 മാസം സൗദിയിലുണ്ടാകും, ബാക്കി മാസം UAE-യിലുണ്ടാകും, ഒരു മാസം മാത്രം നമ്മുടെ ചെന്നൈയിലുണ്ടാകും, ഇപ്പൊ കാനഡയിലുണ്ട്. ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും കാര്യം പറഞ്ഞു. എന്തായാലും ഇതുവരെ ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ അയാളെ വിശ്വസിക്കുന്നു, കാരണം അത്രമേൽ വിശുദ്ധനാണ് അയാൾ. നേരിട്ട് കണ്ടിട്ടില്ല, നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അന്നത്തെ വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊന്നുമില്ല, ഇപ്പൊ ഞാൻ മാത്രം സുഹൃത്തുള്ളൂ. ജോലി, വീട്, അത്രമാത്രം. അതിനിടയിൽ ഒരു ബന്ധമല്ല അയാൾക്ക്. യാദൃച്ഛികമായി എങ്ങനെയോ എൻ്റെ ആ പ്രഭാഷണം, എന്നെ കുറിച്ചുണ്ടായ ആ വിവാദം അയാൾ കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കുന്നു. ആ ബന്ധം ഏകദേശം ഇപ്പോൾ 4-5 മാസമായി ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മിഞ്ഞാന്ന് കാനഡയിൽ നിന്ന് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുബൈക്ക് എണീക്കാന്ന് പറഞ്ഞൊരു 8 മണി 9 മണിക്കാണ് എന്നെ വിളിച്ചു. നമ്മുടെ രാത്രി 8 മണിക്ക് സുബൈക്ക് എണീക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അയാളത്ര മോശക്കാരനല്ല, അതിനുവേണ്ട ഞാൻ അയാളുടെ യോഗ്യത പറഞ്ഞത്. ഇന്ത്യ ലെവലിൽ നടന്നൊരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്. അദ്ദേഹത്തിനാണ് അവിടെ ഫസ്റ്റ് കിട്ടിയത്. ഇന്ത്യ ലെവലിൽ നടന്നൊരു ക്വിസ് മത്സരം. MBAക്ക് 1ാം റാങ്ക് കിട്ടി. അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ആ കമ്പനിയുടെ മെയിൻ വിഷയങ്ങളൊക്കെ തീർക്കുന്നത് അദ്ദേഹമാണ്. അയാൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ചു, അതുകൊണ്ട് MBAക്ക് 1ാം റാങ്ക് കിട്ടി. അതുകൊണ്ടാണ് മാത്യു വെല്ലൂർ എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതണം എന്ന പുസ്തകത്തിൽ TV ഉള്ള വീട്ടിലെ കുട്ടിയും TV ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠനരംഗത്ത് വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ അനുഭവവും വിവരവും വെച്ച് സമർത്ഥിക്കുന്നത്. എന്നിട്ട് CH മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുക, സിനിമ ഹറാമല്ല, ആർക്കും അത് കാണാം, ആള് കാണട്ടെ, താല്പര്യമുള്ളവരൊക്കെ കാണട്ടെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിൽ ഇതൊരു മഹത്തായ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും. സിനിമ കാണാതെ ഒരു മനുഷ്യൻ ജീവിച്ചു, എന്താ സംഭവിക്കുക? MBAയിൽ 1ാം റാങ്ക് കിട്ടും, എന്ത് സംഭവിക്കും? അമേരിക്കൻ ബേസ്ഡ് ഒരു വലിയ കമ്പനിയിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാകും, കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും, ആരോടും വിദ്വേഷവും ശത്രുതയില്ലാതെ ജീവിക്കാൻ പറ്റും. ഒരിക്കൽ പോലും സിനിമ കാണാത്ത അദ്ദേഹം ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല, എല്ലാ സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. പലപ്പോഴും എനിക്ക് വിട്ടുതരുന്ന പല ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രൊഫൈലും വലിയ വലിയ കാറുകളെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഒരു ദിവസം കൗതുകത്തിൽ ഞാൻ ചോദിച്ചു, എത്ര കാറുണ്ട്? അദ്ദേഹം പറഞ്ഞു, എല്ലാം കമ്പനി അനുവദിച്ചേരുന്നതാണ്, ഒന്നും എന്റേതല്ല എന്ന്. വലിയ വലിയ കാറുകൾ കമ്പനി അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യത്തിന്. സിനിമ കണ്ടില്ല, അതുകൊണ്ട് വിജ്ഞാനത്തിന് മൂർച്ച കൂടി. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, കാണണേ കാണണേ എന്നുവെച്ചാൽ പഴക്കണേ എന്ന്. സാഹിത്യവും കലയും വിവിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ ഇനിയും പറയാനുണ്ട്. ഈ മ്യൂസിക്കുകളെ കുറിച്ച് പ്രത്യേകം പറയാനുണ്ട്. അതൊരു ക്ലാസ്സിൽ ഒതുങ്ങൂലെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുന്നിൽ അത് സംബന്ധമായ കുറേ വിജ്ഞാനങ്ങളുണ്ട്. അത് പിന്നീട് ഒരിക്കലാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന SSF സാഹിത്യോത്സവം നടത്തുന്നത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഞാനൊരു പ്രാസ്ഥാനിക ബന്ധം വെച്ച് പറയല്ല, നമ്മുടെ ക്ലാസ് ആ വിധത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാറുമില്ല. എനിക്ക് വിശ്വസിച്ച് പഠിച്ചത്, അറിഞ്ഞത്, മനസ്സിലാക്കിയതേ പറയാറുള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഘടനയാണത്. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ വഴിപയച്ചു പോകും. കോണി പോലെയാണ് അവർ, എവിടെയെങ്കിലും ഒന്ന് ചാരണം. ഇത്തരം ആത്മീയ സംഘവുമായി നമ്മൾ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ, ചാരി വെക്കുന്നില്ലെങ്കിൽ അവർ ഓവാൽത്തുമ ചാരും. സ്വാഭാവികമായും കഞ്ചാവും മയക്കുമരുന്നും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറും. മാതാപിതാക്കളെ ബത്സിക്കും, തീരെ അതവില്ലാത്ത മക്കളായി വളരും. അതില്ലാതിരിക്കാൻ വിശുദ്ധമായ ചില സംഘടനകളിൽ അവർക്ക് ബന്ധം വേണം. അവരാത്മികമായി ചിന്തിക്കണം, ഇടക്കിടക്ക് യോഗം കൂടണം, എന്നിട്ട് ദിക്ർ ഹൽഖ നടത്തണം, ഉസ്താദുമാരുടെ ക്ലാസ്സിൽ പങ്കെടുക്കണം. ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്ഥിതിയോടുകൂടെ വളർന്നു വരണം. അന്തർമുഖരാവരുത്. പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സംഘടന വഴി ഉണ്ടാകണം.